നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ലോകത്ത് പുതിയ ആളല്ല അല്ലേ? ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കിയിട്ടുമുണ്ട്. എന്നിട്ടും എന്തോ ഒന്ന് ക്ലിക്കാവാത്ത പോലെ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ മാറ്റം മാത്രം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ വിശകലനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് തെറ്റായിട്ടല്ല, പക്ഷെ അതിലെ വിട്ടുപോയ ചില നിർണായക കണ്ണികളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത്. ശരി, നമുക്കിതിലേക്ക് ആഴത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ഇന്നത്തെ വഴികാട്ടി ആൻഡ്രൂ കാപ്പന്റെ ഈ പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കുന്ന ഒരുപാട് പേർക്ക് വിചാരിച്ച ഫലം കിട്ടാത്തത് എന്നതിന്റെ കാരണം വളരെ ലളിതമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആ സിമ്പിളായ കാരണങ്ങളിലേക്കും അതിനുള്ള പരിഹാരത്തിലേക്കുമാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ചോദ്യം ഇത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാവുമല്ലേ? ഓരോ തവണയും വലിയ പ്രതീക്ഷയോടെ ഓരോന്ന് ചെയ്യും, പക്ഷെ അവസാനം ഒന്നും സംഭവിക്കില്ല. ആ ഒരു നിരാശയുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾക്കൊന്നും ഫലം കിട്ടാത്തതിന്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളാണ്. നമ്മളിവിടെ നിങ്ങൾ എത്രയും കാലം പഠിച്ചതൊക്കെ തെറ്റാണെന്ന് പറയാൻ പോകുന്നില്ല, ഒരിക്കലുമില്ല. മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പസിലിന്റെ വിട്ടുപോയ കുറച്ച് കഷ്ണങ്ങൾ ചേർത്തുവെക്കാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അറിവിനെ കുറച്ചുകൂടി ശക്തമാക്കാൻ പോവുകയാണ് നമ്മൾ. കണ്ടോ, ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഇത്രയും കാലം ചെയ്തതൊന്നും വെറുതെ ആയിട്ടില്ല, നിങ്ങളുടെ ഒരു പരിശ്രമവും പാഴായിട്ടില്ല. പക്ഷേ ആ പരിശ്രമങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു ചെറിയൊരു ഘടകം കൂടി വേണമായിരുന്നു. ഒരുപക്ഷെ ആ പുസ്തകങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയതിൽ ചെറിയൊരു പിശക് പറ്റി, അത്രേ ഉള്ളൂ. അപ്പോ വിജയത്തിലേക്കുള്ള വഴി പുതിയ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കുകളിലല്ല, മറിച്ച് വളരെ അടിസ്ഥാനപരമായ ലളിതമായ ഒരു തിരിച്ചറിവിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. എന്താണ് ആ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. സത്യത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് പുറത്തുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരോ ഒന്നുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു അദൃശ്യനായ ശത്രു. ആ ശത്രുവിനെ നമുക്ക് ഈഗോ എന്ന് വിളിക്കാം. പക്ഷേ ഈഗോ ഒരു വില്ലനല്ല കേട്ടോ, അതൊരു ബോഡിഗാർഡിനെ പോലെയാണ്. അതിന്റെ ഒരേയൊരു ജോലി നിങ്ങളെ സേഫാക്കി നിർത്തുക എന്നതാണ്. നിലവിലുള്ള അവസ്ഥ അതെത്ര മോശമാണെങ്കിലും നിങ്ങളെ ഇതുവരെ ജീവനോടെ നിർത്തിയില്ലേ? അതുകൊണ്ടുതന്നെ ഏതു മാറ്റവും ഈഗോയ്ക്ക് ഒരു ഭീഷണിയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി നിങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു, അത് സേഫാണ് എന്നാണ് ഈഗോയുടെ ചിന്ത. ആ ഒരു കംഫർട്ട് സോൺ വിട്ടു പുറത്തു പോകുന്നത് ഒരു അപകടമായിട്ടാണ് ഈഗോ കാണുന്നത്. അതുകൊണ്ടാണ് പുതിയതായി എന്ത് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് ഒരു പേടി വരുന്നത്. അപ്പോ ഇവിടെയാണ് ആ ഒരു ഇന്റേണൽ വടംവലി നടക്കുന്നത്. നിങ്ങളുടെ ബോധമനസ്സ്, അതായത് നിങ്ങൾ, മുന്നോട്ട് കുതിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ഈഗോ പഴയ സേഫ് സോണിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കൂ. വെറും ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഈഗോയുടെ ഈ അതിജീവനത്തിനുള്ള ആ ഒരു ശക്തമായ ഇൻസ്റ്റിങ്ക്റ്റിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പിന്നെന്താ പരിഹാരം? ഈഗോയുമായി നേരിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അതിനെ മറികടന്ന് അതിന്റെ പ്രതിരോധങ്ങളെയെല്ലാം ബൈപ്പാസ് ചെയ്ത് ഒരേയൊരു ശക്തിയുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കണം. അത് നിങ്ങളെ ഉപബോധ മനസ്സാണ്. പക്ഷേ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപ് വളരെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങൾ, ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ യഥാർത്ഥ അടിത്തറ. പലരും ഈ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കാതെ നേരെ ടെക്നിക്കുകളിലേക്ക് ചാടുന്നതാണ് ഏറ്റവും വലിയ പരാജയകാരണം. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാതെ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല. ആദ്യത്തേത് വ്യക്തതയാണ്. എനിക്ക് കൂടുതൽ പണം വേണം, എനിക്കൊരു നല്ല ജോലി വേണം എന്നൊക്കെ പറയുന്നത് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം വേണം എന്ന് പറയുന്നത് പോലെയാണ്. എന്ത് ഭക്ഷണം, എത്ര വേണം എന്നൊന്നും പറയാതെ ഓർഡർ പൂർണ്ണമാകുമോ? ഇല്ലല്ലോ. അതുപോലെ പ്രപഞ്ചത്തിന് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇതിനൊരു സിമ്പിൾ വഴിയുണ്ട്. ഒരു ബുക്ക് എടുത്ത് എന്റെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് വളാണ് എന്ന് എഴുതി തുടങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതെല്ലാം അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രസന്റ് ടെൻസിൽ എഴുതുക. എനിക്കൊരു കാർ കിട്ടും എന്നല്ല, എന്റെ കയ്യിലുള്ള ആ പുതിയ കാറിന് ഞാൻ നന്ദി പറയുന്നു എന്ന്. ഇത് നിങ്ങളുടെ എനർജിയെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് ഒറ്റയടിക്ക് മാറ്റും. ഇനി രണ്ടാമത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് വരാം. യോഗ്യത. നിങ്ങളുടെ ലിസ്റ്റ് എത്ര ക്ലിയർ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, ഉപബോധ മനസ്സിൽ ഞാൻ ഇതിന് അർഹനല്ല എന്നൊരു വിശ്വാസം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നത്
ആ അദൃശ്യനായ ശത്രു, അതായത് ഈഗോ തന്നെയായിരിക്കും. ഈയൊരാശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങട്ടെ. യോഗ്യത എന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടേണ്ട ഒന്നല്ല. നിങ്ങൾ ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയ അവകാശമാണത്. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളിലൂടെ ഈ ലോകത്ത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് ആ ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ യോഗ്യതയുടെ ഏറ്റവും വലിയ തെളിവ്. ശരി, അപ്പോ വ്യക്തതയും യോഗ്യതയും എന്ന അടിത്തറ നമ്മൾ ബലപ്പെടുത്തി. ഇനി ഇതെല്ലാം ഒരുമിപ്പിച്ച് ഈഗോയുടെ പ്രതിരോധങ്ങളെ മറികടന്ന് ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് സന്ദേശങ്ങൾ അയക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ ടെക്നിക് നമുക്ക് പരിചയപ്പെടാം. അതാണ് സ്ക്രിപ്റ്റിംഗ്. അപ്പോ എന്താണ് ഈ സ്ക്രിപ്റ്റിംഗ്? ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഡയറി എഴുതുന്നത് പോലെയാണ്. പക്ഷേ ഒരൊറ്റ വ്യത്യാസം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നാളെ സംഭവിക്കുമെന്നല്ല, അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ആ ജീവിതത്തിലെ സന്തോഷം, സംതൃപ്തി, ഓരോ ചെറിയ കാര്യങ്ങളും ഫീൽ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചു തുടങ്ങും. സ്ക്രിപ്റ്റിംഗ് പല രീതിയിൽ ചെയ്യാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച ഒരു ദിവസത്തെക്കുറിച്ച് ഒരു കഥ പോലെ എഴുതാം. അതാണ് സ്റ്റോറി സ്ക്രിപ്റ്റിംഗ്. അല്ലെങ്കിൽ, ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എന്നിങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലതവണ റിപ്പീറ്റ് ചെയ്തെഴുതാം. അതുമല്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, ഒരു പുതിയ ജോലി എന്നിരിക്കട്ടെ, അത് എത്ര മഹത്തരമാണെന്നും നിങ്ങളുടെ ജീവിതത്തെ അതെങ്ങനെ മാറ്റിമറിച്ചെന്നും വിശദീകരിച്ചെഴുതാം. ഈ പറഞ്ഞ എല്ലാ രീതികളുടെയും അടിസ്ഥാന തത്വം ഒന്നു മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും പറയുന്ന കഥയുടെ രീതി മാറ്റുക എന്നൊറ്റ കാര്യം. സാധാരണ നമ്മൾ അതാണ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെപ്പറ്റി, ബുദ്ധിമുട്ടുകളെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കും. ആ കഥ ആവർത്തിച്ചു പറഞ്ഞ് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ ശീലം ആദ്യം തന്നെ നിർത്തുക. പകരം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കഥ പറയാൻ തുടങ്ങുക. അതാണ് സ്ക്രിപ്റ്റിംഗിന്റെ കാതൽ. നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ യാഥാർത്ഥ്യത്തിന് നിങ്ങളുടെ വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും ഭാവനയിലൂടെയും ജീവൻ നൽകുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ വിട്ടുപോയ കഷ്ണങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. ഇതൊരു പുതിയ അറിവ് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ മാറ്റിയെഴുതാനുള്ള ശക്തി ഇപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോ തന്നെ കിട്ടിയാലുണ്ടാകുന്ന സന്തോഷവും നന്ദിയും അനുഭവിക്കുക എന്നതാണ്. അത് എങ്ങനെ സംഭവിക്കും എന്നത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ആ എങ്ങനെ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങൾ അറിയാതെ തന്നെ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. ഇതൊരു വെറും വാക്കല്ല, ഇതൊരു വലിയ സത്യമാണ്. നിങ്ങൾ നിസ്സഹായരല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെയും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ വിട്ടുപോയ കണ്ണുകളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഉള്ളിലെ ശത്രുവായ ഈഗോയെ തിരിച്ചറിയുക, ആഗ്രഹങ്ങളിൽ വ്യക്തത വരുത്തുക, നിങ്ങൾ എല്ലാത്തിനും യോഗ്യരാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, പിന്നെ സ്ക്രിപ്റ്റിംഗിലൂടെ പുതിയൊരു കഥ എഴുതുക. ഇവയെല്ലാം ഉപയോഗിച്ച് ഏതു പുതിയ യാഥാർത്ഥ്യമാണ് നിങ്ങളിന്നു മുതൽ തെരഞ്ഞെടുക്കാൻ പോകുന്നത്? തീരുമാനം നിങ്ങളുടേതാണ്.